പ്രിയമുള്ളവരെ, ഇന്ന് മാർച്ച് 30 നമ്മുടെ ഭാഷാ സാഹിത്യത്തിലെ ഒരു പ്രമുഖ എഴുത്തുകാരന്റെ ഓർമ്മ ദിനമാണ്. OV വിജയൻ എന്ന ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ലഘു അനുസ്മരണമാണ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത്. 1930 ജൂലൈ 2 പാലക്കാട് ജില്ലയിലെ മങ്കരയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. മലയാള സാഹിത്യത്തിലെ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ചയാളാണ്. നോവലിസ്റ്റും ചെറുകഥാകൃത്തും കാർട്ടൂണിസ്റ്റും പത്രപ്രവർത്തകനും ഒക്കെയായിരുന്ന OV വിജയൻ. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ബിരുദ പഠനവും പിന്നീട് ചെന്നൈ പ്രസിഡൻസി കോളേജിൽ ബിരുദാനന്തര പഠനവും പൂർത്തിയാക്കിയ ശേഷം അധ്യാപകനായും പത്രപ്രവർത്തകനായും പ്രവർത്തിച്ച് സാഹിത്യ ലോകത്ത് തന്റെ കൃതികളിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്തു. ഖസാക്കിന്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി, പ്രവാചകന്റെ വഴി, തലമുറകൾ, കടൽ തീരത്ത്, കാറ്റു പറഞ്ഞ കഥ, അശാന്തി, ബാലബോധിനി, OV വിജയന്റെ കഥകൾ, ഘോഷയാത്രയിൽ തനിയെ, വർഗസമരം, ഒരു പാനീയത്തിന്റെ രാഷ്ട്രീയം തുടങ്ങിയവ പ്രധാന കൃതികളെങ്കിലും ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലാണ് ഇദ്ദേഹത്തിന് സാഹിത്യ ലോകത്ത് ഏറ്റവും പ്രീതി നേടിക്കൊടുത്തത്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, വയലാർ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, MB പോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മഭൂഷൺ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. 2005 മാർച്ച് 30 75-ാം വയസ്സിൽ ഹൈദരാബാദിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കായി പാലക്കാട് ജില്ലയിലെ തസ്രാക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സാംസ്കാരിക കേന്ദ്രമാണ് OV വിജയൻ സ്മാരകം. തസ്രാക്ക് എന്ന ഈ ഗ്രാമമാണ് ഖസാക്കിന്റെ ഇതിഹാസം എന്ന OV വിജയൻ കൃതിയുടെ പശ്ചാത്തലം.